ഇന്ന് നമുക്ക് ക്രീം പോലത്തെ ഒരു കിഡിലൻ ഫേസ് പാക്ക് ഉണ്ടാക്കിയാലോ. അരിപ്പൊടി വെച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാമല്ലോ. അപ്പോൾ ഇതിനായിട്ട് നമ്മളിവിടെ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഒട്ടും തരിയില്ലാത്ത അരിപ്പൊടിയാണ് കേട്ടോ. ഞാനിത് പത്തിരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. നനച്ച് പൊടിച്ച് വറുത്തെടുത്തിട്ടുള്ളതാണ്. അത് ഒരു 1.5 സ്പൂണോളം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം അലോവേര ജെല്ല് എടുക്കുന്നുണ്ട് കേട്ടോ. ഒരു അലോവേരയുടെ ഈ ഒരു തണ്ട് മുറിച്ചിട്ട് വളരെ ചെറിയൊരു കഷ്ണമാണ്. അപ്പോൾ ഇതില്ലെങ്കിൽ നമ്മൾ പാക്കറ്റിലൊക്കെ വാങ്ങിക്കുന്ന സാധാരണ അലോവേര ജെല്ലില്ലേ, നമ്മൾ ബോട്ടിലൊക്കെ കിട്ടുന്നത്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് താഴെ ഷോപ്പുകളിലൊക്കെ കിട്ടും. അതൊരു 1/2 സ്പൂണോളം ഇട്ട് കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് തൈരാണ് കേട്ടോ. കുറച്ച് പുളിയുള്ള തൈര് ചേർത്ത് കൊടുക്കണം. അതും 1 സ്പൂൺ നിറയെ എടുത്തിട്ടുണ്ട്. ഇനി തേൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 4 ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇത് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് കേട്ടോ. ഇത് നമ്മൾ നാളെയൊക്കെ നമുക്ക് വല്ല ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞാൽ നല്ല റിസൾട്ടാണ്. പെട്ടെന്ന് തന്നെ നമുക്ക് മുഖത്ത് നല്ല ഗ്ലോ കിട്ടുന്ന എളുപ്പത്തിലുണ്ടാക്കാവുന്ന ഒരു ഫേസ് പാക്കാണ് ഇത് കേട്ടോ. ഇത് ഞാൻ തേച്ച് നോക്കി നല്ല റിസൾട്ട് കിട്ടിയോണ്ട് മാത്രമാണ് ഈ ഒരു ഫേസ് പാക്ക് വീഡിയോ ഇടുന്നത്. അപ്പോൾ അതാ ഇത് നന്നായിട്ട് കുഴച്ചെടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ ഒട്ടും തരിയില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനെ മിക്സ് ചെയ്ത് എടുക്കുമ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക കേട്ടോ. അപ്പോൾ ടൈറ്റായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ തൈരാണ് കൂടുതലും ചേർത്ത് കൊടുക്കേണ്ടത്. തേനൊന്നും കൂടുതൽ ചേർത്ത് കൊടുക്കണ്ട. നമ്മൾ നന്നായി മിക്സ് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ടൈറ്റായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഇതിന് ഒരു 1/2 സ്പൂണോ 1 സ്പൂണോ തൈര് എക്സ്ട്രാ ചേർത്ത് നമുക്കിതുപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇത് ശരിക്കും ഇങ്ങനെ തൊട്ട് നോക്കുമ്പോൾ ഒരു ക്രീം പോലെയാണ് ഇരിക്കുക കേട്ടോ. ഒട്ടും തരി പാടില്ല. അപ്പോൾ നമ്മൾ ചായ അരിക്കുന്ന അരിപ്പയിലാണെങ്കിലും ഒന്ന് അരിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ ഇനി ഞാൻ വേറൊരു ബൗളിലേക്ക് ഒരു 1/2 സ്പൂണോളം തൈര് ചേർത്ത് കൊടുത്തു. ഇത് പുളിച്ച കഞ്ഞിവെള്ളമാണ് കേട്ടോ. അപ്പോൾ കഞ്ഞിവെള്ളം വളരെ നല്ലതാണ്. ഞാൻ പല വീഡിയോയിലും ഞാൻ പറയാറുണ്ട്, തലയിൽ തേക്കാനും മുഖത്തിടാനൊക്കെ വളരെ നല്ലതാണ്. നമ്മൾ ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് മുഖം ഒന്ന് വൃത്തിയാക്കി എടുക്കാനാണ്. 2 സ്റ്റെപ്പാണ് കേട്ടോ. ഒരുപാടൊന്നും നമുക്കിതിൽ ചെയ്യാനൊന്നുമില്ല. ഇത് ജസ്റ്റ് മുഖത്ത് നമ്മൾ മുഖം കഴുകിയിട്ടൊക്കെ വരില്ലേ ഫേസ് പാക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ മുഖം സാധാരണ വെള്ളത്തിൽ കഴുകുന്നതിനെക്കാട്ടിലും ഇത് വെച്ചിട്ട് കഴുകിയെടുക്കുമ്പോൾ ഒരു പ്രത്യേക ഗ്ലോ ആണ് കേട്ടോ. അപ്പോൾ അതാ കുറച്ച് ദിവസമായി ഇങ്ങനെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് കേട്ടോ. നമ്മൾ മിക്കവാറും വീഡിയോ എടുക്കുന്നതൊക്കെ കിച്ചണിലൊക്കെ വെച്ചാവുന്നതുകൊണ്ട് തന്നെ എക്സ്ട്രാ ലൈറ്റൊന്നുമില്ല. നമ്മുടെ വിൻഡോയുടെ സൈഡിലുള്ള ലൈറ്റിലാണ് കേട്ടോ. മിക്കവാറും അങ്ങനെയാണ് ഉണ്ടാവാറ്. അപ്പോൾ അധികം ഒന്നും നമുക്കിങ്ങനെ വെളിച്ചം ഉണ്ടാവാറില്ല. അതുകൊണ്ടായിരിക്കാം കൂടുതൽ ആളൊന്നും കാണാത്തത്. നമ്മൾ കൂടുതൽ മേക്കപ്പ് ഒന്നും ചെയ്യാതെ ഇങ്ങനെ ഇതിപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കുന്നൊരു വേഷമാണ് കേട്ടോ. കുളിക്കാൻ പോകുന്നതിൻ്റെ മുന്നേ ഒക്കെയാണ് ഞാനിത് മിക്കവാറും ഫേസ് പാക്ക് ഇടാറ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ടുള്ള കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ തൈരും കൂടെയുള്ള ഈ ഒരു കൂട്ട് നന്നായിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റ് മസാജ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അത്ര സമയമൊന്നും വെക്കേണ്ട, വെറും ഒരു 5 മിനിറ്റ്. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ടേൺ അടിച്ചതൊക്കെ മാറാൻ വളരെ നല്ലതാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് ഡ്രൈ ആയി വരരുത്. നന്നായിട്ട് ഇതിനെ ഇനി മസാജ് ചെയ്തിട്ട് വേണം ഇതിനെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഗ്ലോ കിട്ടും കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് മുഖം നല്ലോണം വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നല്ലൊരു പാക്ക് പോലെ തന്നെ ഉപയോഗിക്കാം കേട്ടോ. കഞ്ഞിവെള്ളം അതുപോലെ തന്നെ തൈരും കൂടെ മിക്സ് ചെയ്തിട്ട്. അപ്പോൾ വെള്ളത്തിന് പകരം ഈ ഒരു ഫേസ് പാക്ക് ഇടാൻ വേണ്ടി ഞാൻ ഇങ്ങനെയാണ് ചെയ്തെടുക്കുന്നത്. മുഖം നന്നായിട്ട് വൃത്തിയാക്കി വന്നിട്ടുണ്ട്. ഇനി പെട്ടെന്ന് തന്നെ നമുക്ക് അടുത്ത സ്റ്റെപ്പും കൂടെ ചെയ്യാം. മുഖമൊക്കെ നല്ലോണം വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള റൈസ് പൗഡർ വെച്ചിട്ടുള്ള ഫേസ് പാക്കാണിത്. ഇത് നമുക്ക് മുഖത്തിട്ട് കൊടുക്കുമ്പോൾ കുറച്ച് കട്ടിയിലിട്ട് കൊടുക്കണം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുക. പത്തിരിപ്പൊടി എന്ന് പറഞ്ഞാൽ ഒട്ടും തരിയില്ലാത്ത പൊടിയല്ലേ. അപ്പോൾ അതും തൈരും കൂടെ ഇങ്ങനെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ ശരിക്കും നമ്മൾ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ഒരു ക്രീം ടെക്സ്ചറിലാണ് ഇരിക്കുക കേട്ടോ. ഇത് ഒട്ടുമിക്ക എല്ലാവർക്കും വീട്ടിൽ കിട്ടുന്ന സാധനങ്ങളാണ്. അതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ നന്നായിട്ട് ഫേസ് പാക്ക് ഇതുപോലെ ഇട്ട് കൊടുക്കണം. കുറച്ച് കട്ടിയിലിട്ട് കൊടുക്കുന്നത് ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഈ ഒരു രീതി തന്നെ ചെയ്ത് നോക്കണം. ഒരൊറ്റ തവണ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. മിക്കവാറും ഞാൻ ഈ ഒരു ഫേസ് പാക്ക് ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഫങ്ഷനൊക്കെ ഉണ്ടെങ്കിൽ തലേ ദിവസം ഇതുപോലെ അല്ലെങ്കിൽ 2 ദിവസം മുന്നേ ഒക്കെ അടുപ്പിച്ച് ചെയ്യാറുണ്ട് കേട്ടോ. നല്ല റിസൾട്ടാണ്. അപ്പോൾ അതാ മുഴുവനായിട്ടും ഫേസ് പാക്ക് ഇവിടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഇത് നമുക്കൊരു 20 മിനിറ്റോളം ഇത് വെയിറ്റ് ചെയ്യണേ. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ തന്നെ കയ്യിലും
കാലിലും വെയിൽ കൊള്ളുന്ന സ്ഥലത്തൊക്കെ ഇതുപോലെ തേച്ച് പിടിപ്പിക്കാം കേട്ടോ. അപ്പോൾ അതാ ഒരു വിധം ഇങ്ങനെ ആയി വന്നിട്ടുണ്ട്. ഒരുപാട് ഡ്രൈ ആയി പോയത്. 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. സമയം നോക്കിയപ്പോൾ 20 മിനിറ്റും 2 സെക്കൻഡും അങ്ങനെ എന്തോ ആയിട്ടുള്ളൂ. അപ്പോൾ കുറച്ചൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ല. അതാ വെള്ളത്തിൽ കൈയൊന്ന് മുക്കിയതിന് ശേഷം ഇതുപോലെ മുഖത്തൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് പക്ഷേ ഉണങ്ങിയിട്ടല്ല നമ്മളിങ്ങനെ ചെയ്തെടുക്കുന്നത്, എന്നാലും ആ ഒരു ഡ്രൈനെസ് മാറാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇതുപോലെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കുക. അതിങ്ങനെ ഇളക്കിയെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഞാൻ പല വീഡിയോയിലും പറയാറുണ്ട്, നമ്മൾ ചില ഫേസ് പാക്കുകളൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നമ്മൾ അപ്പം തന്നെ ഇങ്ങനെ 20 മിനിറ്റിന് ശേഷം അതിനെ റിമൂവ് ചെയ്യുമ്പോൾ നമ്മളെ സ്കിന്നിൽ വരുന്ന ആ ഒരു മാറ്റം നല്ല ഒരു സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ഇത് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം. എല്ലാവർക്കും നല്ലൊരു റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. അപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് തൈര് നമുക്ക് അലർജിയാണെന്നുള്ളത്. അപ്പോൾ തൈര് അലർജി ഉള്ളവർ നേരത്തെ ഞാൻ കാണിച്ചില്ലേ കഞ്ഞിവെള്ളം, അപ്പോൾ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം നല്ല കട്ടിയുള്ള കഞ്ഞിവെള്ളം എടുത്തിട്ട് അരിപ്പൊടിയിൽ മിക്സ് ചെയ്തെടുത്താൽ മതി. ഈ 2 രീതിയിലും ഞാൻ ചെയ്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഈ ഒരു രീതിയിൽ തന്നെ ചെയ്ത് നോക്കി അതിൻ്റെ റിസൾട്ട് എങ്ങനെയുണ്ടെന്ന് അറിയിക്കണം കേട്ടോ. അപ്പോൾ നന്നായിട്ട് റിമൂവ് ചെയ്തെടുക്കുമ്പോൾ നമ്മൾ തേച്ച് വെച്ച സ്ഥലം കണ്ടില്ലേ, ഇത് ഇങ്ങനെ ഒരു ഗ്ലോ കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ്. എപ്പോഴും ഫേസ് പാക്ക് ചെയ്യുമ്പോൾ നമുക്ക് വൈകുന്നേരമൊക്കെ ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. പിറ്റേ ദിവസം നമ്മുടെ മുഖമൊക്കെ നല്ല ഗ്ലോ ആയിരിക്കും. പ്രത്യേകിച്ച് 40 കഴിഞ്ഞവർക്കൊക്കെ നല്ലതാണ് കേട്ടോ. നമ്മളൊക്കെ ഈ ഒരു സ്റ്റേജിലെത്തുമ്പോൾ കുറച്ചധികം നമ്മളെ സ്കിന്നിനൊക്കെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് വീട്ടമ്മമാർ. ഞാനൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവാറും കിച്ചണിൽ ചൂടടിച്ചിട്ടും പിന്നെ അങ്ങനെ സൺസ്ക്രീമൊന്നും തേക്കാതെ പെട്ടെന്ന് പുറത്ത് പോകുന്നൊക്കെ ഒരാളായതുകൊണ്ട് തന്നെ ഫേസ് പാക്ക് ഇടാൻ ഒരിക്കലും മടി കാട്ടരുത്. അപ്പോൾ നല്ല ഗ്ലോ കിട്ടുന്ന ഒരു കിഡിലൻ ഫേസ് പാക്കാണ്. ഇത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ്. അപ്പോൾ ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതാ ലൈറ്റ് നമ്മുടെ വീട്ടിലെ ലൈറ്റ് പോയ സമയത്താണ് ഈ വീഡിയോ എടുക്കുന്നത്, അതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ ഡള്ളായിരിക്കുന്നത്. അപ്പോൾ ഫേസിലൊക്കെ കണ്ടില്ലേ ഒരു പ്രത്യേക കളറാണ്. ഇനി ഇത് ഞാൻ വൈകുന്നേരം ഇത് ഫേസ് പാക്ക് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിത് കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇനി സൺസ്ക്രീമും അതുപോലെ തന്നെ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന മോയ്സ്ചർ ക്രീമൊക്കെ തേച്ച് നോക്കണേ.